ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നമുക്ക് നേരെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇതിനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ പോകാം. നമ്മുടെ ദേവയാനി നയനിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നേരെ ചെല്ലുകയാണ് നന്ദാവനത്തിലേക്ക്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനി ആദ്യം ഒന്നും സമ്മതിച്ചൊന്നുമില്ല, ദേഷ്യപ്പെട്ട് തന്നെയാണ് നിന്നത്. പക്ഷേ നമ്മുടെ കനകദുർഗയുടെ ഓരോ ചോദ്യത്തിനു മുന്നിൽ സത്യത്തിൽ ഉത്തരവില്ലാതെ പോയി. മാത്രമല്ല നമ്മുടെ നയനെ അത്രയ്ക്കും ദ്രോഹിക്കുന്നവളാണ് ദേവയാനി. ദേവയാനി ഒരിക്കലും നയനെ മകളായിട്ടോ മരുമകളായിട്ടോ അംഗീകരിക്കില്ല. നിങ്ങൾ ദുഷ്ട മനസ്സിനുടമയാണ്, നിങ്ങൾ സ്വാർത്ഥതയാണ്, നിങ്ങൾക്ക് പണം മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സഹികെട്ട നമ്മുടെ ദേവയാനി പറയുന്നത്, നിർത്ത്, മതി, ഇനി കൂടുതൽ സംസാരിക്കരുത്. കാരണം ഇവളെന്റെ മരുമകളല്ല, മകളാണ്. ഞാനിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്ന നയനയെ ഞാൻ ദ്രോഹിക്കുന്നു, ഞാൻ അവളെ അവിടെ അനന്തപുരി തറവാട്ടിലിട്ട് പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. ഇവളെന്റെ പൊന്നുമോള്, ഞാൻ എൻ്റെ മകനേക്കാളും വേറെ ആരെക്കാൾ കൂടുതൽ ഇപ്പൊ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നുമോള്. ഇവളെ കാണാതെ എനിക്ക് കുറച്ച് സമയം കൂടി ഇനി ചെലവഴിക്കാൻ പറ്റില്ല. ഞാൻ കൊണ്ടുപോവാ, എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കരയാൻ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഏതായാലും ഈ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ കനക കാത്തിരുന്നതും ഗോവിന്ദനും ഒക്കെ കാത്തിരുന്നത്. അങ്ങനെ നമ്മുടെ കനക കൈ കൊട്ടിയിട്ട് പറഞ്ഞു, ഇത് കാണാൻ വേണ്ടി തന്നെയാ ഞങ്ങളും ഇത്രയും കളിയൊക്കെ കളിച്ചത്. അതെ, അമ്മായിയമ്മയും മരുമകളും കൂടെ ചേർന്ന് ഞങ്ങളെ അങ്ങ് തോൽപ്പിക്കാന്ന് കരുതിയോ, ഞങ്ങളെയും കളിപ്പിച്ച് പറ്റിക്കാന്ന് കരുതിയോ? എങ്കിലേ തെറ്റിപ്പോയി. ഈ കനകദുർഗ ആരാന്നേ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാ. എടി നയനമോളെ, നിന്റെ അമ്മയല്ലടി ഒന്നെങ്കിലും ഞാന്. നിന്റെ ഓരോ നീക്കങ്ങളും എനിക്ക് മനസ്സിലാവൂടി. അന്ന് പ്രായച്ചിത്ത കാവിൽ പോയപ്പോഴത്തേക്കും നിങ്ങൾ എന്താ വിചാരിച്ചത്? ആരും അറിയില്ല, ആരും കാണില്ല എന്ന്. ഏതായാലും ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അത് കണ്ടിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നുകിൽ ജലജ, അല്ലെങ്കിൽ ജാനകി, അല്ലെങ്കിൽ അനാമിക, ഇവരാരെങ്കിലും കണ്ടിരുന്നുവെങ്കിലോ? പോട്ടെ, വേണുവോ രേവതിയോ ഒക്കെ കണ്ടിരുന്നെങ്കിലോ? ഇതല്ലായിരുന്നു അപ്പോഴവസ്ഥ ഉണ്ടാവുക. ഏതായാലും അമ്മായിയമ്മയും മരുമകളെയും കൂടെ കൈയോടുകൂടി പൊക്കിയല്ലോ, സമാധാനമായി. അപ്പം ഗോവിന്ദനും പറഞ്ഞു കേട്ടോ, മോളെ നയനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയതൊന്നും അല്ല കേട്ടോ. മോളെ ഞാൻ വെറുക്കുന്നുണ്ടെന്ന് മുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഈ അച്ഛന് മോളെ വെറുക്കാനായിട്ടോ മോളോട് ദേഷ്യത്തിൽ ഒന്ന് സംസാരിക്കാൻ പോലും ഈ അച്ഛന് കഴിയില്ല. പക്ഷേ ഈ അച്ഛൻ ഇങ്ങനെ ആയത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അമ്മായിയമ്മയുടെയും മരുമകളുടെയും മനസ്സിലിരിപ്പ് വെളിയിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി പ്രയോഗിച്ചൊരു ചെറിയ ട്രിക്കാ. എൻ്റെ മോളെ സങ്കടപ്പെടുത്തിയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. അതൊക്കെ ഞാൻ അടക്കി പിടിച്ച് നിന്നതേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ, ഇത് കാണാൻ വേണ്ടിയാ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നവ്യാണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കാൻ കേട്ടോ. നവ്യക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നവ്യ എന്താ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞപ്പം, നിനക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കിപ്പിച്ച് തരാം. നിനക്ക് മനസ്സിലാക്കിപ്പിച്ച് തരണോ അല്ലേ? ദേ ഈ നിൽക്കുന്ന മരുമകളും അമ്മായിയമ്മയും ഉണ്ടല്ലോ, ഫൈറ്ററായ മരുമകളും അമ്മായിയമ്മയും, അവരെ ഫൈറ്ററൊന്നും അല്ല. ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മരുമകളും അമ്മായിയമ്മയാണ് ഈ നിൽക്കുന്ന മരുമകളും അമ്മായിയമ്മ. അതെങ്ങനെ ശരിയാകും? അല്ല അമ്മായി, എനിക്കൊന്നും അങ്ങോട്ട് മൂക്കൊന്നും പിടികിട്ടില്ല. എനിക്കറിയാം ആർക്കും ഒന്നും പിടികിട്ടില്ലെന്ന്. ഞങ്ങൾ അതുപോലെ തന്നെയാ ഇപ്പോഴും അവിടെ കഴിയുന്നത്. വേണ്ട, ആരും ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ. അതിന് പല പല കാരണങ്ങളുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണം എന്നെ എല്ലാവരും വട്ടം ചുറ്റിച്ചില്ലേ. എല്ലാവർക്കും അറിയാം കരൾ തന്നത് എൻ്റെ മകളാണെന്ന്. എന്നിട്ടും എന്താ കാണിച്ചത്? വട്ടം ചുറ്റിച്ച് കളഞ്ഞില്ലേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യക്കും ആകെപ്പാടെ സന്തോഷമായിട്ടോ. നവ്യ പറഞ്ഞു, മതി, എനിക്കിത് മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട. അല്ല, നിന്റെ ഭർത്താവിന് ഇപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ എന്നിങ്ങനെ നയനയും പറയാണ് കേട്ടോ, നവ്യയുടെ ഭർത്താവിന്. അപ്പൊ പറഞ്ഞു, ആ മാറ്റം എത്രത്തോളം മുന്നോട്ടേക്ക് പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അവന് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, അവന് ചിലപ്പോൾ മാറ്റം ഉണ്ടാക്കാതിരിക്കും. ഒന്നും ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല നയന. അവനിപ്പോ എന്നോട് സ്നേഹം ഉണ്ടെന്നൊക്കെ അമ്മായി പറയുന്നത്. അവനിവിടെ വരികയും ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയാ, മോള് സൂക്ഷിക്കണം, അവന് സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അവന്റെ കയ്യിലിരിപ്പ് മഹാമോശ.
ദേ ആദർശ് മോൻ പറയുന്നത് കേട്ടു, 2-3 ദിവസമായിട്ട് അവൻ എന്തോ അങ്കലാപ്പിൽ പെട്ട് നടക്കുകയാണെന്ന്. അവൻ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നതൊക്കെ കാണാം. ആ, ഓഫീസിൽ 2-3 ദിവസമായിട്ട് ചെല്ലുന്നില്ലെന്നൊക്കെയാ പറയുന്നത്. ഏതായാലും മോളിത് ചോദിക്കുകയോ പറയുകയൊന്നും വേണ്ട, എവിടം വരെ പോകുന്നു നോക്കട്ടെ. പിന്നെ മോളോട് അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ, അത് മനസ്സറിഞ്ഞാണെങ്കിൽ മോള് ക്ഷമിക്കണം, എല്ലാം ക്ഷമിച്ച് അബിയെ സ്നേഹിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതെ, ഞാന് ഇപ്പൊ എന്റെ മരുമകളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞല്ലോ. ഇനിയിപ്പം എന്റെ മരുമകളെ അല്ല, എന്റെ മകളെ എന്റെ കൂടെ വിടാലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ കനക പറഞ്ഞത്, അതിനിപ്പോ എന്താ, അല്ലെങ്കിലും എന്റെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടേനെ. പിന്നെ ഈ കള്ളക്കളി ഒന്ന് പൊളിക്കാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയതാ. ഏതായാലും കള്ളക്കളി പൊളിഞ്ഞല്ലോ. ഇനിയിപ്പം മരുമകളെയോ മകളെയോ ഒക്കെ ആയിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് പോക്കോ, യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിയുമ്പോൾ എന്ത് സന്തോഷാവുന്നോ. വേണ്ട, ഇതാരും അറിയരുത്, ഇതാരോടും പറയരുത്. ഒറ്റ ഒരു മനുഷ്യക്കുഞ്ഞ് ഇതറിയാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ളവര് അത്രയ്ക്ക് ശരിയല്ല. അവിടെ എല്ലാവരും നല്ലവരല്ലെന്നറിയാലോ. പ്രത്യേകിച്ച് അനാമികയും ജലജയും ജാനകിയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാനും എൻ്റെ മരുമകളും തമ്മിൽ തെറ്റാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതൊന്നും അറിയണ്ട. പിന്നെ ഒരു അച്ഛനും മോനും ഉണ്ടല്ലോ, എന്നെ വട്ടം കളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനും മോനും. ആ അച്ഛനും മോനും ഇതറിയാൻ പാടില്ല. അവരും ഇതറിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് അവരെയും കുറച്ച് ദിവസം പറ്റിക്കണം. അതെ, പറ്റിച്ച് ഒരു ദിവസം ഇതുപോലെ പിടിക്കപ്പെടില്ലേ? ആ, പിടിക്കപ്പെടുമ്പോ പിടിക്കപ്പെടട്ടെ. അതുവരെ എനിക്ക് സമാധാനിക്കാലോ. എന്നെ വട്ടം ചുറ്റിച്ചവരെ എനിക്കും പറ്റിക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനി നയനിയുമായിട്ട് സന്തോഷമായിട്ട് തന്നെയാണ് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കയറുന്ന ഉടനെ തന്നെ നമ്മുടെ ജലജയ്ക്ക് ആകെ പാടെ വല്ലാത്തൊരു പരിഭ്രമത്തിലാണുള്ളത്. അങ്ങനെ ജലജ ചോദിക്കുക, എന്തിനാ ഏടത്തി ഇവളെയും കൂട്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഏടത്തി വീണ്ടും വീണ്ടും തോറ്റു കൊടുക്കാണോ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. ഞങ്ങളുടെ പണ്ടത്തെ ഏടത്തിയുണ്ട്, വാശിയും ഉശിരും ഒക്കെയുള്ള ഏടത്തി. ആ ഏടത്തി എവിടെ പോയി? അത് പിന്നെ വാശിയും ഉശിരൊക്കെ ഇപ്പോഴും എനിക്കുണ്ട്. പിന്നെ ഇവളെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇവളങ്ങനെ അവിടെ പോയി നിന്ന് അവിടെ പോയി നിന്ന് മൂർത്തീസ് ജ്വല്ലറി പോയി സുഖിക്കണ്ട. ഇവൾ ഇവിടെ വേണം, ഇവൾ ഇവിടെ തന്നെ വേണം. ഇവളെയെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. കയറി പോടിയകത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അകത്ത് കയറ്റി വിടാണ്. ഈ സമയത്ത് അനാമികയും പറഞ്ഞു, എന്തിനാ വല്യമ്മേ വെറുതെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഇതിന്റെ കാര്യം വല്ലതും ഉണ്ടായിരുന്നു? അവൾ അവിടെ എങ്ങാനും നിന്നാ പോരായിരുന്നോ? നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും. നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും. പക്ഷെ എൻ്റെ മകന്റെ മുഖം കണ്ട് എനിക്കിവിടെ സങ്കടപ്പെട്ടിരിക്കാൻ വയ്യ. അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് താലപ്പൊലിയായിട്ട് സ്വീകരിച്ച് കയറ്റിക്കൊണ്ട് വന്നതൊന്നുമല്ല. ഞാൻ മനസ്സ് നിറയെ വിഷം വെച്ചിട്ട് തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ദേ, ഇനിയിപ്പം എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആദർശിനെയും നയനെയും തമ്മിൽ പിരിക്കുക എന്നുള്ളതാ. എൻ്റെ മകൻ ആദർശ് തന്നെ നയനെ അവിടെ കൊണ്ടുവിടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കും ഞാൻ. നോക്കിക്കോ, അതാ ഇനി നടക്കാൻ പോകുന്നത്. എൻ്റെ മകൻ ആദർശ് അവളെ കൊണ്ട് വിട്ടിട്ട് പറയും, ഇനി മേലാൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരരുതെന്ന്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയൊക്കെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. പിന്നെ എൻ്റെ മകന് നല്ലൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് ഞാൻ വിവാഹവും കഴിച്ചു കൊടുക്കും. ഇത് കേട്ട ഉടനെ അനാമിക, ഇത് നടക്കുന്ന കാര്യമല്ലോ ആണോ? ആദർശേട്ടന് അവളില്ലാതെ പറ്റില്ല. ആദർശേട്ടൻ അങ്ങനെയാണല്ലോ. ആദർശേട്ടനെ വളച്ചെടുത്ത് അവള് കയ്യില് പോക്കറ്റിനുള്ളിൽ വെച്ചിരിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? അതൊക്കെ ശരിയാകും, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അകത്തേക്ക് കയറിപ്പോയി. ഏതായാലും നയനയുടെ അടുത്തേക്ക് തന്നെയാണ് ദേവയാനി ചെന്നത്. എന്നിട്ട് പറഞ്ഞു, മോളെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും സംശയം തോന്നരുത്. അതിനുവേണ്ടി മോളുടെ കുറെ കുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോള് സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്കറിയില്ലേ അമ്മേനെ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇനി ഇവിടെ ഉള്ളവർ അറിയാതെ സൂക്ഷിക്കുക എന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക് എന്താണെന്ന് ചോദിച്ചാലേ, എൻ്റെ അമ്മ പെട്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെയുള്ളവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു തോൽവിയാകും നമ്മുടെ. അത് മാത്രമല്ല, എന്നെയും അമ്മയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുകയും ചെയ്യില്ലേ എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പം മോള് സമാധാനമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചില വഴികളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എല്ലാത്തിനെയും ഞാൻ പൂട്ടി പിന്നെ ഒരിക്കലും തുറക്കാത്ത വിധത്തിൽ ഞാൻ പൂട്ടും. താക്കോൽ എൻ്റെ കൈവശം ഇരിക്കും. എല്ലാ പെണ്ണുങ്ങളെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അനാമിക, അവൾ ആരാന്ന് അവളുടെ വിചാരം? അവക്ക് കുറച്ച് മടിയും കാര്യങ്ങളും ഒക്കെയാ അടുക്കളയിൽ കയറാനായിട്ട്. അതിനും ഞാൻ കുറച്ച് സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അനിയും അനാമികയും ഒന്നിക്കണം. അതാ എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടിയും കുറച്ച് വഴികളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദേ, നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോള് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ?
അത് പിന്നെ നന്ദൂട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം അതിനെനിക്ക് കിട്ടിയോ? അതിനു മുമ്പ് തുടങ്ങിയില്ലേ എൻ്റെ അച്ഛനും അമ്മയും. പിന്നെ എനിക്ക് ആകെ പട റിലേ പോയി കിടക്കായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് എങ്ങനെ വരും, എങ്ങനെ തുറന്നു പറയും സത്യങ്ങളൊക്കെ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അത്രയ്ക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റിയില്ല. 2 ദിവസം അവിടെ പോയി നിന്നത് ചങ്കെടുപ്പോട് കൂടി തന്നെയാണ്. അച്ഛൻ ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു അമ്മേ. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു പരിഭ്രാന്തി ആയി പോയി എനിക്ക്. ഏതായാലും സാരമില്ല, ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവള് ക്യാമ്പിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞോളാം. ഏതായാലും ഇന്ന് എനിക്ക് ആശ്വാസമായിട്ട് കിടന്നുറങ്ങാമല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവയാനി നയനയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. അപ്പം ഇതിന്റെ ബാലൻസ് വിശേഷം നാളെ ഉച്ചയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനെത്തുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.